ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കൂലിക്കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക, തൊഴിലുറപ്പ് പദ്ധതി പരിമിതിപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, മതിയായ ലേബർ ബഡ്ജറ്റ് സംഖ്യ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREGWUവിൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി PK അഗസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സിന്ധു ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KC പ്രസൂൺ പ്രസംഗിച്ചു. കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്രഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപുഴ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ NREG വർക്കേഴ്സ് യൂണിയൻ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പദ്ധതി രൂക്ഷമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഡിസംബർ മുതൽ പണിയെടുത്തിട്ടുള്ള തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക ഈ മാർച്ച് 31 ആവാൻ ഇനി 2-3 ദിവസങ്ങൾ ബാക്കി നിൽക്കെ പോലും കൊടുക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കാതെ തൊഴിലുറപ്പ് പദ്ധതിക്ക് മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെ നിർത്തലാക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടികളുമായി കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കേന്ദ്ര പൊതുസ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ധർണാ സമരങ്ങൾ നടത്തി വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നവംബർ പകുതിയോടുകൂടി ഈ പൊരിവെയിലത്ത് പണിയെടുത്ത തൊഴിലാളികൾക്ക് അവരുടെ കൂലി കുടിശ്ശികയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും അതുപോലെ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും പദ്ധതിയിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിയന്റെ നേതാവ് വിജയേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരെല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷത സ്വീകരിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി യൂണിയന്റെ ഏരിയ സെക്രട്ടറി വിജയേട്ടനെ ക്ഷണിക്കുന്നു. NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കഴിഞ്ഞ 3 മാസമായി ഡിസംബർ മാസം മുതൽ കൂലി കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് തൊഴിലാളികൾ. എല്ലാ ദിവസവും കൂലി കിട്ടിയില്ലെങ്കിൽ ആഴ്ചക്കെങ്കിലും കൂലി കൊടുക്കണം. ആ കൂലി കിട്ടിയില്ലെങ്കിൽ തൊഴിലാളിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ജീവിക്കാൻ സാധിക്കില്ല. ഏതാണ്ട് 546 കോടി രൂപ തൊഴിലാളികളുടെ കൂലി ഇനത്തിൽ കൊടുക്കാനുണ്ട്. മെറ്റീരിയൽ കോസ്റ്റും കൊടുക്കാനുണ്ട്. ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞത്, മന്ത്രി പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് മാത്രം 811 കോടി കൊടുക്കാനുണ്ട് എന്നാണ്. 700 കോടിയാണ് മാർച്ച് 19 കണക്കെടുത്തപ്പോൾ കിട്ടിയത്. ഓരോ ദിവസവും തൊഴിലാളികളുടെ കൂലിയും മെറ്റീരിയൽ കോസ്റ്റ് ഇനത്തിന് കൊടുക്കാനുള്ളത് കോടികളാണ്. രാജ്യത്ത് വികസനം നടപ്പാക്കാൻ സാധിക്കില്ല, അതോടൊപ്പം തന്നെ തൊഴിലാളിക്ക് ജീവിക്കാനും സാധിക്കില്ല. നിരവധിയായ സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിയിട്ടാണ് 346 രൂപയാണ് ഇപ്പോൾ കൂലിയുള്ളത്. ഏറ്റവും പരിമിതമായ കൂലി കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ 365 ദിവസം പണിയെടുത്താൽ 346 രൂപ കൂലി കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ? ഇപ്പോഴെത്രയാണ് പണി കിട്ടുന്നത്? 100 പണി കിട്ടുന്നത് ഏതാണ്ട് കേരളത്തിലിപ്പം 3.67 ലക്ഷം കുടുംബങ്ങൾക്കാണ് കിട്ടിയത് 100 പണി. ഒരു കുടുംബത്തിന് 100 പണി കൊടുക്കണമെന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ മാത്രമാണ് ഇത്രയും 100 തൊഴിൽ കൊടുക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ കൊണ്ടാണ്.
ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ 100 ആളുകളുടെ പണി എന്ന് പറയുന്നത് കേവലം 7.3%. എങ്ങനെയാണ് തൊഴിലാളിക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് തൊഴിലാളികളുടെ ജീവൻ പ്രശ്നമാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഈ മാർച്ച് മാസത്തിലെങ്കിലും കുറിച്ചു കൊടുത്തു തീർക്കണം. അതിനാണ് സംസ്ഥാന വ്യാപകമായി അടിയന്തരമായി പ്രക്ഷോഭം നടത്തണമെന്ന് തീരുമാനിച്ചത്. തുടക്കം മാത്രമാണ്. കൂലി കൊടുത്തില്ലെങ്കിൽ സമരം തുടരും. അതൊരു കാര്യത്തിൽ തൊഴിലാളിയുടെ നിലനിൽപ്പിനാവശ്യമായ പോരാട്ടമാണ്. ആ പോരാട്ടം യൂണിയൻ ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ പ്രക്ഷോഭമായി കേന്ദ്ര ഗവൺമെന്റ് കൂലി കൊടുക്കുന്നത് വരെയുള്ള പോരാട്ടം തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇവിടെ തൊഴിലുറപ്പ് മേഖല വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. 18 കൊല്ലമായി തൊഴിലുറപ്പ് മേഖല തുടങ്ങി. 2006 2004 വന്ന UPA ഗവൺമെന്റ് തുടങ്ങിയ പദ്ധതിയാണ്. ഈ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുണ്ടാക്കിയ പദ്ധതിയാണ്. അന്ന് ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷം ഭരിക്കാൻ UPA ഗവൺമെന്റിന് ഭൂരിപക്ഷമില്ല. 64 എംപിമാരുണ്ട് LDFന് കേരളത്തിൽ, ഇന്ത്യയിൽ. ആ LDFന്റെ പിന്തുണ ഇന്ത്യ രാജ്യത്ത് UPA ഗവൺമെന്റ് കൊടുത്തത് വർഗീയത ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല. ഇന്ത്യ പട്ടിണി രാജ്യമാണ്. പട്ടിണി കിടക്കുന്ന രാജ്യത്തിന്റെ കണക്കെടുത്താൽ 111ാം സ്ഥാനത്താണ് ഇന്ത്യ. ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണ്. ഇത്രയും പട്ടിണി കിടക്കുന്നവർ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോ? അതുകൊണ്ട് രാജ്യം വലിയ പുരോഗതിയിലേക്കാണെന്ന് മോഡിയും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും പിന്തുണക്കുമ്പോഴും പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ 111ാം സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ കാണണം. നമ്മളെ പുറകില പാകിസ്ഥാൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.